ഇപ്പോൾ നമുക്കിപ്പം ടൂറിസം PWD വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് തത്സമയം ചേരുന്നുണ്ട്. മിനിസ്റ്റർ, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. ഉഷാറാണല്ലോ അല്ലേ? ഉഷാർ. അപ്പം നമ്മുടെ കടമക്കുടിയിലേക്ക് ആനന്ദ മഹേന്ദ്ര വരുന്നു എന്നുള്ള വലിയ സന്തോഷ വാർത്തയുണ്ട്. കടമക്കുടി ഒരു ദിവസം പോകണമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ല. മിനിസ്റ്റർ പോയിട്ടുണ്ടോ ഈ കടമക്കുടിയിൽ? അതെ, നമ്മൾ അദ്ദേഹത്തിന്റെ ട്വീറ്റ് വന്നപ്പോൾ തന്നെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ വരാൻ സന്നദ്ധനാണ്. അദ്ദേഹത്തെ പോലെ തന്നെ നമ്മുടെ രാജ്യത്തെയും ലോകത്തെയും സമൂഹത്തിൽ ഇതുപോലെ അറിയപ്പെടുന്ന ആളുകൾ, വിവിധ മേഖലകളിലുള്ളവർ, അവരെയൊക്കെ തന്നെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ, അവർക്ക് പ്രത്യേകിച്ച് താല്പര്യമുള്ളവരെ കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമവും ഇടപെടലും ടൂറിസം വകുപ്പ് നടത്തും. ഓക്കെ, മിനിസ്റ്റർ കടമക്കുടി പോയിട്ടില്ലല്ലോ, ഒരു ദിവസം നമുക്ക് പോണ്ടേ? ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ഇടയ്ക്ക് ഈ ജ്യോതി മൽഹോത്രയുടെ വിഷയത്തിൽ ഇപ്പോൾ BJP അതൊരു ദേശീയ തലത്തിലൊരു വലിയ വിഷയമാക്കി മാറ്റിയിട്ടുണ്ട്. ജ്യോതി മൽഹോത്രയെ ക്ഷണിച്ചുകൊണ്ട് വന്നൊരു വലിയ അത്ഭുതമില്ല എന്ന് പ്രകാശ് ജാവദേക്കർ പറയുന്നു. അതിനുശേഷം ഈ ഷഹസാദ് പൂനാവാലെ പോലുള്ളവരൊക്കെ കുറച്ചുകൂടി കടത്തി പറയുന്നുണ്ട്. പാകിസ്ഥാന് വേണ്ടി ചാരപ്രവൃത്തി നടത്തിയ ഒരാളെയാണോ നിങ്ങൾ കൊണ്ടുവന്നത് എന്ന മട്ടിലാണ് പ്രചരണം. ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലാവുന്നത് അതൊരു എംപാനൽ ചെയ്ത 41 പേരുടെ വ്ളോഗർമാരുടെ ലിസ്റ്റിൽ ഈ ജ്യോതി മൽഹോത്ര ഉൾപ്പെട്ടു എന്നാണ്. അതിലേതെങ്കിലും തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് വകുപ്പ് മന്ത്രിക്കോ ഒന്നും നേരിട്ട് ഒരു സ്വാധീനമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെന്താണ് സംഭവിച്ചത് മിനിസ്റ്റർ? ചില ആളുകൾക്കെങ്കിലും സംശയമുണ്ട്. അല്ല, ഇത് കാലങ്ങളായി. അത് ഞാൻ ഈ ചുമതല, ടൂറിസം മന്ത്രിയുടെ ചുമതല ഏൽക്കുന്നതിന് വളരെ മുമ്പ് തന്നെ എന്താണോ ടൂറിസത്തിൽ മാർക്കറ്റിങ്ങിന്റെ രീതികൾ, ആ രീതികളാണ് തുടർന്ന് വരുന്നത്. അത് UDF ഭരിക്കുന്ന കാലത്തും എങ്ങനെയാണോ അതുപോലെ തുടർന്ന് വരികയാണ്. ഇൻഫ്ലുവൻസേഴ്സിനെ, നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തുള്ള, രാജ്യത്തിന് പുറത്തൊക്കെയുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ നമ്മുടെ സംസ്ഥാനത്ത് കൊണ്ടുവന്ന് അവർ കേരളത്തിൻ്റെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അവരുടെ പ്രദേശങ്ങളിൽ ലോകത്തും പരിചയപ്പെടുത്തുന്നത് പൊതുവെ സഞ്ചാരികൾ കേരളത്തിലേക്ക് വരുന്നതിന് ഗുണകരമാണ്. അപ്പോൾ കാലങ്ങളായി തുടർന്നു വന്ന ഒരു രീതിയാണ്. ആ രീതിയിൽ ഇവരെ തിരഞ്ഞെടുക്കുന്നത് എംപാനൽഡ് ഏജൻസികളാണ് ലിസ്റ്റ് ചെയ്യുന്നത്, ഏജൻസികളാണ് ഇവരെ ക്ഷണിക്കുന്നത്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതിൽ മന്ത്രിക്കോ മറ്റോ അതിലൊരു ഉത്തരവാദിത്വം ഇല്ല അവരെ ലിസ്റ്റ് ചെയ്യുന്നതിലോ മറ്റോ എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ ഒരു ബോധപൂർവം ഒരു വിവാദം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഇപ്പറഞ്ഞ വ്യക്തി കേരളത്തിൽ വന്നത് ജനുവരി മാസമാണ്. പിന്നീട് മാസങ്ങൾ കഴിഞ്ഞ് ഉണ്ടായൊരു സംഭവം, ആ സംഭവത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ജനുവരിയിൽ ഇവർ വരുമ്പോൾ ഇവരിങ്ങനെ ഒരു അപകടകാരിയാണ് എന്ന ഒരു വിവരവും സംസ്ഥാന ഗവൺമെൻറ് മുമ്പിൽ ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ ഒരു വിവരവും തരേണ്ട ദേശീയ അന്വേഷണ അല്ലെങ്കിൽ ദേശീയ ഏജൻസികളൊന്നും ഇത്തരം വിവരങ്ങൾ തന്നിട്ടില്ല. പിന്നെ ജനുവരിയിൽ ഒരുപാട് വ്ളോഗർമാർ വന്നു. അപ്പോൾ ഈ വ്ളോഗർമാരുടെ സ്വഭാവം എന്താണ്, ഭാവിയിൽ ഇവർ എന്താവും സ്ഥിതി എന്നൊന്നും ദൂരക്കാഴ്ചയോട് കാണാൻ നമുക്ക് പറ്റില്ല. ഡോക്ടർ അരുൺ ഓർമ്മയുണ്ടോ മമ്മൂട്ടിയുടെ അയ്യർ ദി ഗ്രേറ്റിലെ സൂര്യനാരായണ അയ്യർ? അദ്ദേഹം ദൂരക്കാഴ്ചയോടുകൂടി കാര്യങ്ങൾ കാണുന്ന വ്യക്തിയാണ്. ഇന്നത് നടക്കും. അതുപോലെ ദൂരക്കാഴ്ചയോടുകൂടി കാണാൻ സൂര്യനാരായണ അയ്യരെ പോലെ, മമ്മൂട്ടിയുടെ കഥാപാത്രത്തെ പോലെ പറ്റുന്നവരല്ല ഈ തീർച്ചയായിട്ടും ടൂറിസം എംപാനൽ ഏജൻസി അല്ലെങ്കിൽ സർക്കാരോ. അങ്ങനെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഞങ്ങൾ ഇടപെടുമായിരുന്നു. പിന്നെ അതുമാത്രമല്ല, ഇവർ കേരളത്തിൽ മാത്രമല്ല വന്നിട്ടുള്ളത്, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ പോയിട്ടുണ്ട്. ഇപ്പോൾ കുംഭമേളക്ക് പോയിട്ടില്ലേ? യോഗി ആദിത്യനാഥ് ആണല്ലോ അതിൻ്റെ നേതൃത്വം കൊടുത്ത വ്യക്തി, മുഖ്യമന്ത്രി. BJPക്ക് യോഗി ആദിത്യനാഥിനെ കുറിച്ച് ഈ വിഷയത്തിൽ അന്വേഷണം വേണമെന്ന് പറയാൻ തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ? BJP എന്തുകൊണ്ട് അങ്ങനെ ഒരു അഭിപ്രായം പറയുന്നില്ല? മറ്റ് സ്റ്റേറ്റുകളില്ലേ? കേരളം അല്ലാതെ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ അവർ പോയിട്ടില്ലേ ഇതേ സമയത്ത്? അപ്പോൾ അവിടുത്തെ ടൂറിസം മന്ത്രി രാജിവെക്കണം, അല്ലെങ്കിൽ അവിടുത്തെ സംസ്ഥാന സർക്കാരാണ് ഇതിൻ്റെ ഉത്തരവാദി എന്ന് എന്തുകൊണ്ട് പറയുന്നില്ല? സ്വാഭാവികമല്ലേ? അപ്പോൾ വളരെ ബോധപൂർവം വിവാദങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ നാഷണൽ മീഡിയയിൽ പലതിലും ഇത് വലിയ വാർത്തയായി. അതിൻ്റെ ദോഷം അതിൽ രാഷ്ട്രീയ താല്പര്യമുണ്ടാകും, പക്ഷേ ദോഷം കേരളത്തിൻ്റെ ടൂറിസത്തിനാണ്. കേരളത്തിൻ്റെ ടൂറിസം സർവകാല റെക്കോർഡ് സഞ്ചാരികളായി മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. പോസ്റ്റ് കോവിഡിന് ശേഷമുള്ള വേൾഡ് റേഷ്യോ എടുത്ത് പരിശോധിച്ചാൽ ആ ആവറേജിനേക്കാൾ മുകളിലാണ് കേരളത്തിലെ ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളുടെ എണ്ണം, ഫോറിൻ ടൂറിസ്റ്റുകളുടെ എണ്ണം. അപ്പോൾ ഇത്തരം വിവാദങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും അത് ടൂറിസത്തിനെ സംബന്ധിച്ചിടത്തോളം ഗുണകരമല്ല. ഞാനിതിൽ തുടക്കത്തിൽ വന്നപ്പോൾ തന്നെ പ്രതികരിക്കാതിരുന്നതാണ്. കാരണം പ്രതികരിച്ചു പോകേണ്ട ഒരു പ്രശ്നമല്ല ഇത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പ്രതികരിക്കാതെ പോയത്. പക്ഷെ വളരെ ബോധപൂർവം ഇതിനകത്ത്
കുപ്രചരണങ്ങൾ നടത്തുന്ന ഒരു സ്ഥിതിയാണ് വരുന്നത്. അതെ, ഒരു കാര്യം നമ്മൾ ജനങ്ങൾ പൊതുവെ അതിനകത്ത് വ്യക്തത വരുത്തേണ്ടത്, ജനുവരി മാസത്തിൽ ജ്യോതി മൽഹോത്ര വരുന്നു. ആ സമയത്ത് ജ്യോതി മൽഹോത്രയുടെ പേരിൽ ഒരു നാഷണൽ ഏജൻസിയും അത്തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചിട്ടില്ല. ആ സമയത്ത് അവരങ്ങനെ ഒരു ക്രിമിനൽ ഒഫൻസ് ചെയ്തിട്ടുമില്ല. അതിനുശേഷം ചെയ്തൊരു ക്രിമിനൽ ഒഫൻസിന് ജനുവരി മാസത്തിൽ ഈ വ്ളോഗർ സന്ദർശിച്ചതിൻ്റെ പേരിൽ നമ്മൾ പഴി കേൾക്കേണ്ടതില്ല. അല്ല, അതെ, അത് ഞാൻ ഡോക്ടർ അരുണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ മാത്രമല്ല എല്ലാ സ്റ്റേറ്റിലും അവർ പോയിട്ടുണ്ടല്ലോ, എല്ലാ സ്റ്റേറ്റിലും പോയിട്ടുണ്ട്. അപ്പോൾ BJP ഈ സ്റ്റേറ്റിലെയൊക്കെ സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തമുള്ള വകുപ്പ് അതിൻ്റെ മന്ത്രി രാജിവെക്കണമെന്ന് എന്താ പറയാത്തത്? എന്താ കേരളത്തിൽ മാത്രം ഇങ്ങനെയൊരു നിലപാടെടുക്കുന്നത്? സ്വാഭാവികമല്ലേ? ഇനി ഇതിൽ എന്തെങ്കിലും തരത്തിലൊരു ഇടപെടൽ സംസ്ഥാന ഗവൺമെൻറ് നടത്തുമെന്ന് ആർക്കെങ്കിലും കരുതാനാകുമോ? ജനുവരിയിൽ ഇങ്ങനെ ഒരു വിവരം, ഇവർ വരുമ്പോൾ ഇങ്ങനെ ഒരു വിവരം തരികയാണ്, ഇവരിങ്ങനെ കുഴപ്പം പിടിച്ച ആളാണെന്നൊരു വിവരം തരികയാണെങ്കിൽ, നമ്മൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സംവിധാനങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ വരുന്ന തടയില്ലേ? സ്വാഭാവികമല്ലേ? ഇതെല്ലാവർക്കും അറിയുന്നതല്ലേ? പിന്നെ ഇതിൽ ഇങ്ങനെ ഒരു പ്രചരണം നടത്തുന്നത് കൊണ്ട് ഗുണമെന്ത്? എന്താണ് അതിൻ്റെ ഗുണം? ഇപ്പോൾ കേരളത്തിൽ മാത്രം ഈ വിഷയത്തിൽ ടൂറിസം മന്ത്രി രാജിവെക്കണമെന്ന് BJP നേതൃത്വം പറയുന്നതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയ താല്പര്യം എന്താണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എല്ലാവരും മനസ്സിലാക്കി. കേരളത്തെ തകർക്കാൻ മാത്രമല്ല, അങ്ങേ കൂടി വ്യക്തിപരമായി നോട്ടമിട്ടുകൊണ്ടാണോ ഈ ആക്രമണം, ശ്രീ മുഹമ്മദ് റിയാസ്? അല്ല, വ്യക്തിപരമായിട്ടുള്ള ഇത്തരം അക്രമങ്ങൾ ആദ്യമല്ലല്ലോ. ഈ ഗവൺമെൻറ്റിൻ്റെ ഈ ചുമതല ഏറ്റെടുത്തത് മുതൽ ഇതുവരെ ഡോക്ടർ അരുണ് പരിശോധിച്ച് കഴിഞ്ഞാൽ എത്ര ആരോപണം വന്നിട്ടുള്ളത്. ഒരു ദിവസം 1 or 2 എന്നുള്ള ശരാശരി നിലയ്ക്ക് അപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിനൊക്കെ മറുപടി പറഞ്ഞു ഇതിൻ്റെ പിന്നാലെ പോകാനും നിന്നാൽ നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഉണ്ടല്ലോ. ഈ നാടിൻ്റെ വികസനവും 2 വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയമായ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഞാൻ പ്രദാനം ചെയ്യുന്ന നിയോജക മണ്ഡലത്തിലെ ജനങ്ങളുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ, ഇതൊക്കെ നിർവഹിച്ചു പോകണ്ടേ? നമ്മുടെ സാമൂഹ്യ പ്രവർത്തനം ആയിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ ഓരോന്നിനും നമുക്ക് മറുപടി പറഞ്ഞു പോകാൻ വേണ്ടി പറ്റുമോ? ഇപ്പോൾ ടൂറിസം വകുപ്പിൻ്റെ എടുത്തു കഴിഞ്ഞാൽ കുറേ കാലമായിട്ട് തുടരുന്ന രീതിയാണ്. ഇപ്പോൾ ഡോക്ടർ അരുണിന് തന്നെ അറിയാം, ഇപ്പോൾ ഉത്തരവാദിത്ത ടൂറിസം മിഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് അന്താരാഷ്ട്ര അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അന്താരാഷ്ട്ര അവാർഡുകൾക്ക് പ്രസൻറ്റ് ചെയ്യേണ്ട വീഡിയോകൾ, ആ വീഡിയോകളുടെ തുക വെച്ചുകൊണ്ട് ഒരു ചർച്ച നടന്നിരുന്നു. ഞാൻ പിന്നെ അതിനൊന്നും മറുപടി പറയാൻ പോയിട്ടില്ല. നിങ്ങളും അത് എടുത്തിരുന്നു, എനിക്കറിയാം. ആ തുക വെച്ചുകൊണ്ട് ചർച്ച നടന്നു. ഒരുപാട് അന്താരാഷ്ട്ര പുരസ്കാരം കിട്ടി എല്ലാ കാലത്തും. അത് ഞാൻ ഈ വകുപ്പിൻ്റെ ചുമതല എടുക്കുമ്പോൾ മാത്രമല്ല, ഇത് കുറേ കാലമായിട്ട് അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾക്കും മറ്റുമായി ഉത്തരവാദിത്ത ടൂറിസം ആയാലും ടൂറിസം വകുപ്പായാലും അതിൻ്റെ ഭാഗമായി നിർമ്മിക്കുന്ന വീഡിയോയുടെ ഷെഡ്യൂൾ റേറ്റ് പ്രകാരം തന്നെയാണ് ഇപ്പോഴും ചെയ്തിട്ടുള്ളത്. അത് അങ്ങനെയാണ് ചെയ്യുന്നത്. അവിടെ ഹൈ ക്വാളിറ്റി വീഡിയോകളാണ് അവിടെ വേണ്ടത്. അത് മന്ത്രിയുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഉപയോഗിക്കാനുള്ളതാണ്. അതിനുവേണ്ടി റീൽസിന് വേണ്ടിയുള്ള ചിലവാന്നുള്ള വലിയ പ്രചരണം രാഷ്ട്രീയ ശത്രുക്കൾ നടത്തുന്നില്ലേ? അപ്പോൾ അതിനൊക്കെ നമുക്ക് മറുപടി ഇങ്ങനെ പറഞ്ഞു പോകാൻ വേണ്ടി പറ്റുമോ? ഇതിങ്ങനെയല്ല, ഇത് അന്താരാഷ്ട്ര തലത്തിൽ മത്സരങ്ങൾക്കും മറ്റും വേണ്ടിയിട്ടുള്ള വീഡിയോകളാണ്. ഈ വീഡിയോകൾ എൻ്റെ ഫേസ്ബുക്കിലോ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ ഇടുന്നതല്ല എന്ന് പറഞ്ഞു പോകാൻ പറ്റില്ല. അപ്പോൾ കുറേ പ്രചരണങ്ങൾ ഇങ്ങനെ വരും. നമ്മൾ കുപ്രചരണങ്ങളുടെ പിന്നാലെ പോയി കഴിഞ്ഞാൽ പിന്നെ അതിനെ നേരം ഉണ്ടാവുകയുള്ളൂ. നമ്മൾ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി മുന്നോട്ട് പോവുക. ഇവിടെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ, ഇത്തരം വിവാദങ്ങൾ കേരളത്തിൻ്റെ ടൂറിസത്തിനോ നമ്മുടെ നാടിനോ ഗുണമാണോ ദോഷമാണോ? ഇതാണ് ചോദ്യം. പണ്ട് കേരള സ്റ്റോറി എന്നുള്ള സിനിമ എത്രത്തോളം നമ്മുടെ നാടിനെ മോശമാക്കുന്ന സിനിമയാണ്, എത്രത്തോളം അപകീർത്തിപ്പെടുത്തുന്ന രീതിയാണ്. കേരളമാകെ എന്തോ കുഴപ്പമുള്ള സ്ഥലമാണ്, കേരളമാകെ തീവ്രവാദികളുടെ കേന്ദ്രമാണ് എന്നൊക്കെയല്ലേ പ്രചരിപ്പിച്ചത്. ഈ പ്രചരണം നടത്തുന്നവരാരാണ്? നമുക്കറിയാലോ എന്താ അവരുടെ താല്പര്യം. അപ്പം ഇത് പൊതുവേ സമൂഹം മനസ്സിലാക്കുന്നുണ്ട്. ഈ പേരൊരു ആ രീതിയിൽ സംഘടിത ആക്രമണത്തിന് വേണ്ടി അവർ ആയുധമാക്കുന്നുണ്ടോ മിനിസ്റ്റർ? അത് സമൂഹം പൊതുവേ നോക്കേണ്ട കാര്യമാണ്. പണ്ട് ഇപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഓർമ്മ ദിനമാണല്ലോ ഇപ്പോൾ കഴിഞ്ഞത്. നമ്മളെല്ലാവരും വയലാലിലുണ്ടായിരുന്നു. എൻ്റെ നിയോജക മണ്ഡലം കൂടിയാണ്, ഡോക്ടർ അരുണിനെ അറിയാം. മകന് അനീസും ഉണ്ടായിരുന്നു. പണ്ട് പാകിസ്ഥാനിലേക്ക് ഒരു പ്രത്യേക പേരുള്ളവർ പോകേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പേര് വൈക്കം മുഹമ്മദ് ബഷീർ എന്നുള്ള, അങ്ങനെയാണെങ്കിൽ വൈമൂബ എന്നാക്കി മാറ്റണോ എന്നൊക്കെ ചോദിച്ച കഥ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, രാഷ്ട്രീയമായിട്ട് പോകണം. അതിന് മതവർഗീയതയുടെ നിലയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്പർദ്ധ വളർത്തുന്ന രീതിയോ ഒക്കെ പാലിക്കുന്നത് ശരിയാണോ? നമ്മൾ പരിശോധിക്കേണ്ട കാര്യമല്ലേ. ഉത്തർപ്രദേശിലെ കുംഭമേളയിൽ പോയ ഒരാളെ BJPയുടെ ദേശീയ നേതാവാണ് അവിടെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. അദ്ദേഹത്തിന് അതിൽ ഉത്തരവാദിത്തമുണ്ടെന്ന് എന്താ BJP പറയാത്തത്? മറ്റു പല സംസ്ഥാനങ്ങളുമുണ്ട്
ആ സംസ്ഥാനങ്ങളിലെ ടൂറിസം വകുപ്പ് മന്ത്രിമാർ, ഇവർ പോയ മറ്റു സംസ്ഥാനങ്ങളിലെ ടൂറിസം വകുപ്പ് മന്ത്രിമാർക്ക് ഇതിന് ഉത്തരവാദിത്തമുണ്ട്, രാജിവെക്കണം. എന്താ പറയാത്തത്? എന്താ കേരളത്തെ മാത്രം തിരഞ്ഞെടുക്കുന്നത്? എന്താ കേരളത്തിലെ ടൂറിസം വകുപ്പിനെയും ടൂറിസം വകുപ്പ് മന്ത്രിയെയും മാത്രം തിരഞ്ഞെടുക്കുന്നത്? ഇത് മതനിരപേക്ഷ കേരളം തിരിച്ചറിയുന്ന കാര്യമാണല്ലോ. ഇത് BJP തന്നെയുള്ള എല്ലാവരും അംഗീകരിക്കുമോ? അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ പൊതുവെ പറയേണ്ട ആവശ്യം വരുന്ന ഘട്ടത്തിൽ മാത്രം പ്രതികരിച്ചു പോവുക എന്നുള്ള നിലപാടാണ് പൊതുവെ സ്വീകരിക്കുന്നത്. ഓക്കെ മിനിസ്റ്റർ, എന്നാൽ ആ കാര്യത്തിൽ കൃത്യമായ ക്ലാരിറ്റി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഒരു കാര്യം കൂടി, ഇപ്പോൾ ഈ ഗവർണർ ചാൻസലർ എന്ന നിലയിൽ സർവകലാശാലയുമായിട്ടുള്ളൊരു ഏറ്റുമുട്ടലൊക്കെ തുടരുകയാണ്. അതിനെക്കുറിച്ച് മിനിസ്റ്റർ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. സിൻഡിക്കേറ്റിനെ തന്നെ പിരിച്ചുവിട്ടാൽ എന്ത് എന്നുള്ളതിനെക്കുറിച്ചാണ് ആലോചന. ഇപ്പോൾ നിയമോപദേശമൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നാണ് രാജ്ഭവനിൽ നിന്നുള്ള വൃത്തങ്ങൾ പറയുന്നത്. സസ്പെൻഷൻ, വീണ്ടും സസ്പെൻഷൻ, ആ നിലയിലാണ് കാര്യങ്ങളുടെ പോക്ക്. നമ്മൾ ഈ 2016 മുതൽ ഇങ്ങോട്ട് 9 വർഷം എടുത്തു കഴിഞ്ഞാൽ BJP ഇതര സർക്കാരുകളിൽ വലിയ നിലയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ അക്രമം നേരിട്ട സർക്കാരുകളാണ് കേരളത്തിലെ LDF സർക്കാരുകൾ. അതായത് 2016ലെയും 2021ലെയും സർക്കാരുകൾ. അതിന് കേന്ദ്ര സർക്കാർ അവരുടെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്. ദേശീയ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗവർണർ പദവിയും അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അത് നമുക്ക് അറിയുന്ന കാര്യമാണ്, മുമ്പ് നടന്ന സംഭവങ്ങൾ. ഗവർണർ ഓഫീസിൽ ഇതിന് പറ്റുന്ന ആളുകളെ, അതായത് സംസ്ഥാന സർക്കാരിനെ ആക്രമിക്കാനും സംസ്ഥാന സർക്കാരിനെ വക്രീകരിക്കാനും സംസ്ഥാന സർക്കാർ നല്ല നിലയിൽ മുന്നോട്ട് പോകാതിരിക്കുവാനുമുള്ള എല്ലാ ശ്രമവും നടത്താൻ പ്രത്യേകം ആളുകളെ BJP ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവരാണ് അതിൻ്റെ പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അതുകൊണ്ട് ഇതൊന്നും വലിയ അത്ഭുതം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇത് ഇനിയും തുടരുകയും ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ. അതും ഒരു തുടർഭരണം. 91 സീറ്റിൽ നിന്നും 8 സീറ്റ് അധികം നൽകി 99 സീറ്റ് നൽകിയ ഒരു തുടർഭരണം. വോട്ട് ഷെയറും വർദ്ധിച്ച് വന്നൊരു തുടർഭരണം. വോട്ട് ഷെയർ വർദ്ധിച്ചു, അതാണ് അതിൽ പ്രധാനം. 2-3% വോട്ട് വിഹിതം വർദ്ധിച്ചു. അങ്ങനെ വന്നൊരു സർക്കാരിനെ തുടക്കം മുതലേ എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ നേരിട്ടിട്ടുള്ളതെന്ന് നമ്മൾ കണ്ടതാണ്. അത് ജനം മനസ്സിലാക്കുന്നുണ്ട്. അത് ഇനി ഇതൊക്കെ ജനങ്ങളോട് കൂടുതൽ ഇതിൻ്റെ ഓരോ കാര്യങ്ങളും ഞങ്ങൾ സൂചിപ്പിച്ച് പോകും. ഓക്കെ, അപ്പോൾ മിനിസ്റ്റർ, നമ്മൾ മറക്കണ്ട, കടമക്കുടിയിൽ നമുക്ക് ഒരു ദിവസം രാവിലെ ഒരു പ്രഭാത ചായ കുടിക്കണം, ആനന്ദ് മഹേന്ദ്ര വരുന്നതിന് മുൻപ്. അത് നമുക്ക് ഒരു പരിപാടി നമുക്ക് ഒരുമിച്ച് ഒരു പരിപാടിക്ക് നടത്താം. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ അങ്ങയുടെ ഈ കോഫി വിത്ത് അരുൺ സംഘടിപ്പിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതിന് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഒന്ന് ഡെവലപ്പ് ചെയ്യും. അത് എല്ലാ നിലയിലും അതിന്റെ കാര്യങ്ങൾ അങ്ങ് ആലോചിക്കണം. താങ്ക് യു. തീർച്ചയായിട്ടും നമുക്ക് പരിഗണിക്കാവുന്ന വിഷയമാണ്. കേരളം വളരട്ടെ. താങ്ക് യു മിനിസ്റ്റർ. താങ്ക് യു.